കൊടുവള്ളി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. കൊടുവള്ളിയിലെ ഇടത് സ്വതന്ത്ര MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. UDF സ്ഥാനാർത്ഥി MA റസാഖിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചെന്ന് കണ്ടെത്തിയാണ് നടപടി. MA റസാഖിനെ വിജയിയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം കോടതി തള്ളി. അപ്പീൽ പോകുന്നതിനായി വിധി കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. കൊടുവള്ളി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MA റസാഖിനെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ കുടുംബയോഗങ്ങളിലും പൊതുസ്ഥലത്തും പ്രദർശിപ്പിച്ചു എന്ന കേസിലാണ് വിധി. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണിതെന്ന് ഹൈക്കോടതി കണ്ടെത്തി. മുസ്ലിം ലീഗ് പ്രവർത്തകനായ KP മുഹമ്മദ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എബ്രഹാം മാത്യുവിന്റെ വിധി. വീഡിയോ നിർമ്മിച്ചതിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കണക്കിൽ കാണിച്ചിട്ടില്ലെന്നുള്ള വാദവും കോടതി അംഗീകരിച്ചു. കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് കാരാട്ട് റസാഖ് വിജയിച്ചത്. അതിനാൽ ഈ വീഡിയോ പ്രദർശനം തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നും കോടതി വിലയിരുത്തി. വിജയിയായി പ്രഖ്യാപിക്കണം എന്ന MA റസാഖിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അപ്പീൽ നൽകുന്നതിനായി വിധിക്ക് 30 ദിവസത്തെ സ്റ്റേ അനുവദിച്ചു. സ്റ്റേ കാലയളവിൽ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാമെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ കഴിയില്ല. ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ലെന്നായിരുന്നു കാരാട്ട് റസാഖിന്റെ പ്രതികരണം. നിയോജകമണ്ഡലത്തിൽ 2 വോട്ടർമാരാണ് ഇവിടെ പരാതി നൽകിയിട്ടുള്ളത്. എന്റെ എതിർ സ്ഥാനാർത്ഥി പരാതി നൽകിയിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിഹത്യ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിരുന്നു എനിക്കെതിരെ പരാതി കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നത്. കൊടുവള്ളിയിലെ മുസ്ലിം ലീഗ് നേതാവായിരുന്ന കാരാട്ട് റസാഖ് സീറ്റ് തർക്കത്തെ ചൊല്ലിയാണ് പാർട്ടി വിട്ട് ഇടതു സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിച്ചത്. 573 വോട്ടുകൾക്കായിരുന്നു വിജയം. നേരത്തെ KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഇടതു സ്ഥാനാർത്ഥിയായ MV നികേഷ് കുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കാരാട്ട് റസാഖിനെതിരായ കോടതി വിധി രാഷ്ട്രീയ തിരിച്ചടിയല്ലെന്ന് CPM. തെരഞ്ഞെടുപ്പിൽ നടത്തിയ നുണപ്രചരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് വിധിയെന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടു. കോടതി വിധിയോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇവയാണ്. ഹൈക്കോടതി വിധിയാണ്. ഹൈക്കോടതി വിധിക്കെതിരായി സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. ഉപരിക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഈ വിധി അതുകൊണ്ട് തന്നെ ന്യായമാണ്. അഴീക്കോടുണ്ടായ വിധി പോലല്ല. അത് പരാമർശം KM ഷാജിയെക്കുറിച്ച് ആരും വിശ്വസിക്കൂല. നേരെ മറിച്ച് ഇത് ദുഷ്പ്രചാരണമായിരുന്നു. നിയമപരമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ കോടതി ഒരു വിധി നടത്തിയാൽ ആ കോടതി വിധിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിധി അംഗീകരിക്കാനേ മാർഗുള്ളൂ. ആ വിധിയുടെ മേലെ അതിൻ്റെ മുകളിലുള്ള കോടതിയിൽ അപ്പീൽ പോവുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയ. അത് ആ നിലയിൽ അത് പോവുകയാണ് ചെയ്യുക. അതിനൊരു രാഷ്ട്രീയ തിരിച്ചടിയായിട്ട് കാണേണ്ടതില്ല. തെരഞ്ഞെടുപ്പുണ്ടായാൽ സ്വാഭാവികമായിട്ടും കേസുകളുണ്ടാകും. ആ കേസുകൾ വിധിയാകും. അതിൻ്റെ മുകളിൽ അപ്പീൽ പോകും. ഇതൊക്കെ സാധാരണയല്ലേ. വേറൊരു MLA ഇപ്പോൾ നിയമസഭയിൽ പ്രവേശിക്കാം എന്നൊക്കെ അനുവാദം വാങ്ങിച്ച് നിൽപ്പുള്ളൂ. അതുപോലെ തന്നെ കേസ് ഉയർന്ന കോടതിയിൽ പോകും. അത് പരിശോധിക്കും. ഇവിടം കൊണ്ടത് അവസാന വിധിയല്ലല്ലോ. കഴിഞ്ഞ നിയമസഭയിൽ സ്പീക്കർ ഷാജി വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഞങ്ങൾ താല്പര്യം. അത് കോടതി ഇപ്പോൾ ശരിവെച്ചിരിക്കുകയാണ്. സ്വാഗതാർഹമായ ഒരു കോടതി വിധിയാണ്. KM ഷാജിയുടെ കാര്യത്തിലെടുത്ത അതേ നിലപാട് തന്നെ കാരാട്ട് റസാഖിന്റെ കാര്യത്തിലും എടുക്കുമെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. 1 മാസത്തിനകം സ്റ്റേ കിട്ടിയിട്ടില്ലെങ്കിൽ കാരാട്ട് റസാഖിന് നിയമസഭയിൽ വരാൻ കഴിയില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. KM ഷാജിയുടെ കാര്യത്തിലെടുത്ത അതേ നിലപാട് തന്നെ ശ്രീ കാരാട്ട് റസാഖിന്റെ കാര്യത്തിലും എടുക്കും. നിയമപരമായ ഒരു ബാധ്യതയല്ലാതെ മറ്റൊരു കാരണവും അന്നുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. അതേസമയം അത് 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. സുപ്രീം കോടതിയിൽ പോയി അപ്പീൽ പോകാനുള്ള സമയം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ 1 മാസത്തിനുള്ളിൽ അപ്പീലിന്റെ ഭാഗമായിട്ട് സ്റ്റേ കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. ആലപ്പാട് ഖനനത്തിൽ സമരസമിതിയുമായി സർക്കാർ ചർച്ച നടത്തുകയാണ്. മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിലാണ് ചർച്ച. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്? സമരസമിതിയുടെ നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? സമരസമിതി നേതാക്കൾ 5 പേരാണ് ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത്. മന്ത്രി EP ജയരാജനുമായി ചർച്ച നടക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഉന്നതതല യോഗത്തിൻ്റെയും ജനപ്രതിനിധികളുടെ യോഗത്തിൻ്റെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരമൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്. നേരത്തെ ഇന്നലെ നടന്ന ചർച്ചയിൽ ആലപ്പാട് സമരസമിതി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നില്ല. ഇന്ന് ചില നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കും. അതിൽ പ്രധാനം ഒരു വിദഗ്ധ സമിതിയെ ആലപ്പാട്ട് ഖനനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ നിയോഗിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് നിരീക്ഷക സമിതി, ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും അടങ്ങിയ ഒരു നിരീക്ഷക സമിതി വയ്ക്കാനും സർക്കാർ തയ്യാറാണ്. പിന്നൊന്ന് സീ വാഷ് അവസാനിപ്പിക്കും. അനധികൃത ഖനനം അവിടെ അവസാനിപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്ന
എന്നും സർക്കാർ സമരസമിതിയെ നയിക്കും. ഈ സർക്കാരിൻ്റെ അഭിപ്രായങ്ങളിൽ സമരസമിതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രധാനമായും അറിയേണ്ടത്. ഖനനം നിർത്തിവെക്കാൻ സർക്കാർ തയ്യാറാകില്ല. അത് ഇന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ചർച്ചയിലും അത്തരം നിലപാട് തന്നെയാണ് ഉയർന്നു വന്നത്. ഇന്ന് വി എസ് അച്യുതാനന്ദൻ ഖനനം നിർത്തണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നിരുന്നു. ഇത് സമരസമിതിക്ക് വലിയ ധാർമ്മിക പിന്തുണ നൽകുന്ന നടപടിയായിരുന്നു. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരെ വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തി. തുടർ പഠനങ്ങളുടെ അന്തിമ ചിത്രം വരുന്നതുവരെയെങ്കിലും ഖനനം നിർത്തിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗൌരവത്തിൽ പരിഗണിക്കണം. കരിമണലിനേക്കാൾ വില ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിനാണെന്നും വി എസ് പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഖനനം നിർത്തി ചർച്ചയില്ല എന്ന നിലപാട് മന്ത്രി ഇ പി ജയരാജൻ ആവർത്തിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അടുത്ത മാസം 2 മേഖലാ ജാഥകൾ നടത്തും. വിപുലീകൃത ഇടതുമുന്നണിയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആർ ബാലകൃഷ്ണപിള്ള പങ്കെടുത്ത യോഗത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ വിട്ടുനിന്നു. ശില്പശാലകളും പാർട്ടി പഠന ക്ലാസുകളും പൂർത്തിയാക്കി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിലെ നിലപാട് വിശദീകരിക്കാൻ 140 മണ്ഡലങ്ങളുടെയും കടന്നുപോകുന്ന പ്രചരണ ജാഥ നടത്തും. തെക്കൻ മേഖലാ ജാഥ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ മേഖലാ ജാഥ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നയിക്കും. ഒന്ന് തിരുവനന്തപുരത്തു നിന്നും മറ്റൊന്ന് കാസർഗോഡ് നിന്നും പര്യടനം ആരംഭിച്ച് തൃശൂരിൽ മാർച്ച് മാസം 2-ാം തീയതി വലിയ റാലിയോടുകൂടി സമാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മുന്നണിയിലെ പുതിയ അംഗങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകി ജില്ലാ കമ്മിറ്റികൾ ഈ മാസം തന്നെ പുനഃസംഘടിപ്പിച്ച് ജില്ലാ നേതൃയോഗങ്ങൾ ചേരും. ആർ ബാലകൃഷ്ണപിള്ളയും KB ഗണേഷ് കുമാർ MLAയുമാണ് കേരള കോൺഗ്രസ് BA പ്രതിനിധാനം ചെയ്ത് ഇന്നത്തെ LDF യോഗത്തിൽ പങ്കെടുത്തത്. പിള്ളയുടെ ഏറ്റവും വലിയ വിമർശകനായ വി എസ് അച്യുതാനന്ദൻ യോഗത്തിൽ പങ്കെടുത്തില്ല. കേരള കോൺഗ്രസ് ബിയുടെ മുന്നണി പ്രവേശത്തിലെ അതൃപ്തി VS നേരത്തെ പരസ്യമാക്കിയിരുന്നു. VSന്റെ അസാന്നിധ്യത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ പ്രതികരണം. ഏതെങ്കിലും വ്യക്തികളോട് സ്ഥിരമായ വിരോധമോ സ്ഥിരമായ സ്നേഹം എന്നുള്ളതോ അല്ലല്ലോ, രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ടിരുന്ന അത്തരം വിഷയങ്ങൾ വരുന്നത്. ഏതായാലും ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മുന്നണി പ്രവേശനം സന്തോഷം നൽകുന്നതെന്ന് ആർ ബാലകൃഷ്ണപിള്ള. വളരെ ഭംഗിയായിട്ട് ശബരിമല വിവാദം കത്തിനിൽക്കുമ്പോഴും രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമെന്നാണ് ഇടതുമുന്നണി വിലയിരുത്തൽ. സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുന്നോടിയായി ഘടകകക്ഷികളുമായി CPMന്റെ ഉഭയകക്ഷി ചർച്ച ഉടൻ ആരംഭിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ സീറ്റിനായി UDFൽ സമ്മർദ്ദം ചെലുത്തി ചെറുകക്ഷികൾ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോട്ടയത്തിന് പുറമെ ഇടുക്കിയും ആവശ്യപ്പെട്ടു. ജേക്കബ് ഗ്രൂപ്പും ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചു. മുന്നണി വിപുലീകരണത്തിന് ചർച്ച നടത്താൻ ധാരണയായെങ്കിലും PC ജോർജുമായി ഒരു സഹകരണവും വേണ്ട എന്നാണ് പൊതുവികാരം. കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റ് കൂടി ലക്ഷ്യമിട്ടാണ് മാണി വിഭാഗത്തിന്റെ നീക്കം. കേരള കോൺഗ്രസ് പ്രതിനിധിയായി UDF യോഗത്തിൽ പങ്കെടുത്ത PJ ജോസഫാണ് ആവശ്യമുന്നയിച്ചത്. മുമ്പ് 3 സീറ്റിൽ വരെ മത്സരിച്ചിരുന്ന കേരള കോൺഗ്രസ് ഇത്തവണ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് നേതാക്കളെ അറിയിച്ചത്. എന്നാൽ യോഗത്തിലുണ്ടായിരുന്ന ജോസ് കെ മാണി കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ നിശബ്ദത പാലിച്ചെന്നാണ് സൂചന. ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരും ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റോ മറ്റ് സ്ഥാനങ്ങളോ ആവശ്യപ്പെട്ടില്ല. PC ജോർജിന്റെ കത്ത് കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട്. അത് ചർച്ച ചെയ്യണം, സമയം നൽകണം എന്നുള്ളതാണ്. അത് UDFൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. PC ജോർജുമായി ഒരു തരത്തിലുള്ള സഹകരണവും വേണ്ടെന്നാണ് മുന്നണിയുടെ പൊതുവികാരം. വീരേന്ദ്രകുമാറിനോട് ഭിന്നിച്ച് UDFൽ ഉറച്ചുനിന്ന ജോണിന്റെ വിഭാഗത്തെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു. ജോൺ UDFൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും. മുന്നണി പ്രവേശനത്തിന് അപേക്ഷ നൽകിയ മറ്റ് ചെറുകക്ഷികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിരവധി റോഡ് ഷോകളുമായി പ്രചാരണം കൊഴുപ്പിക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു റാലിക്ക് പുറമെ വിവിധ മേഖലകളിൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കും. 28 അംഗ പ്രചാരണ സമിതിയും 15 അംഗങ്ങൾ വീതമുള്ള മീഡിയ ഏകോപന സ്ഥാനാർത്ഥി നിർണയ സമിതികളും ഉടൻ പ്രഖ്യാപിക്കും. നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ BJP കേരളത്തിൽ ആസൂത്രണം ചെയ്യുന്നതിനുള്ള കോൺഗ്രസിന്റെ മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ. റോഡ് ഷോകളാകുമ്പോൾ പരമാവധി മേഖലകളിൽ വോട്ടർമാരെ ആകർഷിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പ്രചാരണം തുടങ്ങിയാൽ രാഹുലിന്റെ ഒരു റാലി മാത്രമാണ് നിലവിൽ കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. AK ആന്റണി, മുകുൾ വാസ്നിക് എന്നിവർക്ക് പുറമെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തും. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിൽ യുവ വോട്ടുകൾ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യാപക പ്രചാരണം നടത്തും. BJPക്കെതിരെ ദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല പ്രചാരണായുധമാകും. BJPയെ തടയാൻ കോൺഗ്രസിന് ഒരു വോട്ടെന്നതാകും അഭ്യർത്ഥന. ദേശീയതലത്തിൽ ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്തതിനാൽ ഇടതു പാർട്ടികൾ ജയിച്ചാൽ തന്നെ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വഴിയൊരുങ്ങുമെന്നും
കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കും. കെ മുരളീധരൻ അധ്യക്ഷനായ പ്രചാരണ സമിതിയിൽ സാംസ്കാരിക നായകരും യുവജന നേതാക്കളുമടക്കം 28 പേരെ ഉൾപ്പെടുത്തും. മാധ്യമ സ്ഥാനാർത്ഥി നിർണയ ഏകോപന സമിതികളിൽ പരമാവധി 15 വീതം അംഗങ്ങളാണുണ്ടാവുക. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ശബരിമല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് സുപ്രീംകോടതി വിധിക്കെതിരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതികൾക്ക് നിരാഹാരമിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണോ നിരീക്ഷക സമിതിക്കുള്ളത് എന്ന് പോലും എനിക്ക് ആശങ്കയുണ്ട്. സർക്കാരിനെതിരാണെന്ന് ഞാൻ കരുതുന്നില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസ്സത്തയ്ക്കെതിരാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അവർക്ക് നിരാഹാരമിരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഈ രാജ്യം. അവർ നിരാഹാരമിരിക്കട്ടെ. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവും മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. ജീവന് ഭീഷണിയുണ്ട് എന്ന് ഇരുവരും ഹർജിയിൽ പറയുന്നു. ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് ബിന്ദു ആരോപിച്ചു. താൻ ദളിത് വിഭാഗക്കാരി ആയതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത്. ശുദ്ധിക്രിയ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെടുന്നു. ഹർജി നാളെ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാരിനെ അട്ടിമറിക്കാനുള്ള BJPയുടെ ഓപ്പറേഷൻ താമരയുടെ തണ്ടൊടിഞ്ഞു. BJP നടത്തിയ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി HD കുമാരസ്വാമി ബംഗളൂരുവിൽ അറിയിച്ചു. നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ എല്ലാ MLAമാരും പങ്കെടുക്കുമെന്നും വിട്ടുനിൽക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചു. ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ G. പരമേശ്വരിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ BJP നടത്തിയ ശ്രമത്തെ പരാജയപ്പെടുത്തിയതായി മുഖ്യമന്ത്രി HD കുമാരസ്വാമി അറിയിച്ചത്. കോൺഗ്രസിന്റെയും JDSന്റെയും മുഴുവൻ MLAമാരും 2 സ്വതന്ത്രരും ഒപ്പമുണ്ടെന്നും സർക്കാരിന് ഒരു ഭീഷണിയുമില്ലെന്നും കുമാരസ്വാമി പ്രഖ്യാപിച്ചു. ಸರಿಯಾದ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮಗಳಿಗೆ BJP നായകർക്ക് ഉത്തര കൊടുತಾರೆ ಅಂತಕ್ಕಂಥದ್ದು ನನ್ನ ಅಭಿಪ್ರಾಯ. BJP MLAമാർക്കൊപ്പം ഹരിയാനയിലെ റിസോർട്ടിലുണ്ടായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ BS യെഡിയൂരപ്പ രാവിലെ ബംഗളൂരുവിൽ തിരിച്ചെത്തിയതോടെയാണ് കോൺഗ്രസ് JDS സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന സൂചന പുറത്തുവന്നത്. വിമത നേതാവും മുൻ മന്ത്രിയുമായ രമേശ് ജാർക്കിഹോളിയെയും മന്ത്രിസ്ഥാനം രാജിവെച്ച് BJPക്കൊപ്പം പോയ സ്വതന്ത്ര MLAയും തിരികെ മന്ത്രിസഭയിൽ കൊണ്ടുവരുമെന്നാണ് സൂചന. In Karnataka Congress, nothing is going to be happen. We will continue the government for the next 4 years. Also, we will complete full 5-year term. അതേസമയം തന്ത്രം പാളിത മറിച്ച് പഴി മുഖ്യമന്ത്രി കുമാരസ്വാമിക്ക് മേൽ ചാർത്താനുള്ള ശ്രമത്തിലാണ് BJP സംസ്ഥാന നേതൃത്വം. BJP അല്ല, മുഖ്യമന്ത്രി കുമാരസ്വാമിയാണ് MLAമാർക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്താൻ ശ്രമിച്ചതെന്ന് യെഡിയൂരപ്പ കുറ്റപ്പെടുത്തി. 104 MLAs together, we do not even a single person go to any other political party, and we are together and we are going to fight for the Lok Sabha election. At least we must win 120 assembly parliament constituents. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങളാണ് BJPയുടെ തന്ത്രങ്ങൾ തകർത്തത്. BJPയുടെ ഓപ്പറേഷൻ താമരയുടെ തണ്ടൊടിക്കാൻ കോൺഗ്രസ് പുറത്തെടുത്തത് സേവ് കർണാടക തന്ത്രം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിന്റെ മകനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. നോട്ട് നിരോധനത്തിന് പിന്നാലെ കെയ്മൻ ദ്വീപ് വഴി വൻതോതിൽ പണം നിക്ഷേപിച്ച് കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് ആരോപണം. കെയ്മൻ ദ്വീപ് വഴി ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയത് ആരൊക്കെയെന്ന് റിസർവ് ബാങ്ക് പരസ്യപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈണമിട്ട ഗാനങ്ങൾ എല്ലാം മലയാളിയുടെ ഹൃദയത്തിൽ പതിപ്പിച്ച സംഗീത സംവിധായകൻ S. ബാലകൃഷ്ണൻ അന്തരിച്ചു. ചെന്നൈയിലെ വസതിയിൽ അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, റാംജി റാവു സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ ഗാനങ്ങൾ ഒരുക്കിയത് S. ബാലകൃഷ്ണനാണ്. 80-ൽ താഴെ ഗാനങ്ങൾക്കു മാത്രം. പക്ഷേ S. ബാലകൃഷ്ണൻ എന്ന ഒറ്റയാനായ പ്രതിഭയുടെ ഓരോ ഈണവും മലയാളി നെഞ്ചേറ്റി. പാലക്കാട് ജില്ലയിലായിരുന്നു ജനനം. ബിരുദ പഠനത്തിന് കോയമ്പത്തൂരിൽ പോയ ബാലകൃഷ്ണൻ എത്തിയത് സംഗീതത്തിന്റെ ലോകത്ത്. ലണ്ടനിൽ പോയി പാശ്ചാത്യ ഉപകരണങ്ങൾ പഠിച്ചു. ചെന്നൈയിൽ മടങ്ങിയെത്തി സംഗീത സംവിധായകരുടെ സഹായിയായി. മുനമ്പം മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന. മനുഷ്യക്കടത്തിന്റെ സൂത്രധാരൻ ശ്രീകാന്തുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് തെരച്ചിൽ. സംഘം തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിച്ച വാഹനവും അന്വേഷണ സംഘം കണ്ടെത്തി. വെങ്ങാനൂരിൽ ഇശക്കി എന്ന തമിഴ് സ്ത്രീയും 2 ആൺമക്കളും താമസിച്ചിരുന്ന വീട് കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ പരിശോധന. 5 വർഷം മുൻപ് ഇവിടെ വീട് വാങ്ങിയ തമിഴ് കുടുംബം 3 മാസം മുൻപ് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ശ്രീകാന്ത് ഈ വീട്ടിലെത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. സ്ത്രീകളടക്കം നിരവധി പേർ ഈ വീട്ടിൽ വന്നുപോയിരുന്നതായി സമീപവാസികൾ മൊഴി നൽകി. ഇശക്കിയും കുടുംബവും തമിഴ്നാട്ടിലെ വിരുദുനഗറിലുള്ളതായാണ് സൂചന. ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് കരുതുന്നവർ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിച്ച വാഹനം പോലീസ് കണ്ടെത്തി. കിള്ളിപ്പാലത്തെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ടെമ്പോ ട്രാവലർ വാടകയ്ക്കെടുത്തത്. ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്നാണ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത്. കൊടുങ്ങല്ലൂരാണ് സംഘത്തിലുണ്ടായിരുന്നവർ ഇറങ്ങിയത്. ശ്രീലങ്കൻ തമിഴ് വംശജരും കൂട്ടത്തിലുണ്ടായിരുന്നതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ശ്രീകാന്തിന്റെ ആസൂത്രണത്തിൽ നേരത്തെയും ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതേസമയം 40-ലധികം പേരുമായി ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് കരുതുന്ന ബോട്ട് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നവരിൽ ഡൽഹി തിലക് നഗർ നിവാസികളുമുള്ളതായി പോലീസിന് വിവരം. 100-ലേറെ പേർ വിദേശത്തേക്ക് അനധികൃതമായി കടന്നുവെന്ന വിവരത്തെ തുടർന്ന് തിലക് നഗറിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന ലഭിച്ചതോടെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തി. സ്വർണ്ണവില സംസ്ഥാനത്ത് റെക്കോർഡിനരികെ. ഗ്രാമിന് 6 രൂപ കൂടിയാൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാകും. ഗ്രാമിന് 3025 രൂപയാണ് ഇന്നത്തെ വില. 6 വർഷം മുമ്പ് 2012 നവംബർ 27-നാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിലെത്തിയത്. ബാർ കോഴക്കേസിൽ മുൻമന്ത്രി കെ എം മാണിക്കെതിരെ തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി വേണ്ടെന്ന് വിജിലൻസ്. അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. കേസ് റദ്ദാക്കണമെന്ന കെ എം മാണിയുടെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി എടുക്കുന്ന നിലപാട് കെ എം മാണിക്കെതിരായ തുടരന്വേഷണത്തിൽ നിർണായകമാകും. സ്വന്തം ഭൂമിയിൽ വനം വകുപ്പിന്റെ ഔദാര്യം പറ്റി കഴിയേണ്ട അവസ്ഥയിൽ 42 ആദിവാസി കുടുംബങ്ങൾ. നിലമ്പൂർ ചാലിയാൽ പഞ്ചായത്തിലെ വെണ്ണേക്കോട് ആദിവാസി കോളനി നിവാസികൾക്കാണ് 36 വർഷമായി സ്വന്തമായിരുന്ന ഭൂമിയുടെ അവകാശം നഷ്ടമായത്. ഇവരുടെ ഉടമസ്ഥതയിലുള്ളത് നിക്ഷിപ്ത വനഭൂമിയാണ് എന്നാണ് വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. 2016 മുതൽ ഭൂനികുതി സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് നിർത്തുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്ക് വരാം. ഇപ്പോൾ മന്ത്രി ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് നാട്ടിലിറങ്ങാൻ പറ്റില്ല. ഇവർ ഈ പറയുന്നതല്ല. ആലപ്പാട്ട് സമരസമിതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഖനന നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ആലപ്പാട് പ്രദേശത്ത് നടക്കുന്ന ഈ സീ വാഷിംഗ് IRE സ്ഥാപനം മൈനിങ് നടത്തുന്നതിനെതിരായിട്ടുള്ളൊരു സമരം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ടെലിവിഷൻ ചാനലുകളിലും മറ്റു വാർത്ത വന്നപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഉടനെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ബന്ധപ്പെട്ട കമ്പനികളുടെ മാനേജ്മെൻറ്റ് വിളിച്ചുകൊണ്ടുള്ളൊരു യോഗമാണ് ഇന്നലെ നടന്നത്. ജില്ലയിലെ കലക്ടറും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ആ ചർച്ചയിലുണ്ടായിരുന്നു. അവിടെ ചർച്ച ചെയ്തതിന് ശേഷം അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് വീണ്ടും ഒരു യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നടത്തുകയുണ്ടായി. അവിടെ ഉയർന്നു വന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ആലപ്പാട് പ്രദേശത്തുണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഉത്കണ്ഠയും അതുപോലെ തന്നെ ആശങ്കയും പരിഹരിക്കാനുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തലത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമരസമിതിയുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതനുസരിച്ച് സമരസമിതിയുടെ 7 പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. കരുനാഗപ്പള്ളി MLA ശ്രീ രാമചന്ദ്രൻ അദ്ദേഹവും ഉണ്ടായിരുന്നു. കലക്ടറുടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. ഇന്നലെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ അവരെ അറിയിച്ചു. അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ഗവൺമെൻറ് ഞങ്ങൾ സശ്രദ്ധം കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടി ഈ കരിമണൽ ശേഖരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തണം.
അതിനുവേണ്ടി പ്രാഥമികമായിട്ടുള്ള പഠനം നടത്താൻ ഒരു വിദഗ്ധ സമിതിയെ അധികാരപ്പെടുത്താൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അവർ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയവും അതാണ്, വിദഗ്ധ സമിതി വേണം. ആ തീരുമാനം ആ ഇന്നത്തെ യോഗത്തിൻ്റെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യും. ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിയുന്നത്ര വേഗത്തിൽ ഗവൺമെൻറ് ലഭ്യമാക്കണം. 1 മാസത്തിനുള്ളിൽ ലഭ്യമാക്കണം എന്നാണ് ഏറ്റവും കൂടിയ സമയം. ആ റിപ്പോർട്ട് ലഭ്യമാകുന്നത് വരെ ഇപ്പോൾ സമരസമിതിക്കാരും എല്ലാം ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം സീ വാഷിംഗ്, ബീച്ച് വാഷിംഗ് ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് ഈ റിപ്പോർട്ട് വരുന്നത് വരെ സീ വാഷിംഗ്, ഖനനം നടത്തി കരിമണ്ണ് പ്രോസസ്സ് ചെയ്യുന്ന നടപടി, സീ വാഷിംഗ് സിസ്റ്റം നിർത്തിവെക്കാൻ IRA പറയാൻ തീരുമാനിച്ചു. എന്നാൽ ഇൻലാൻഡ് വാഷിംഗ് ഉണ്ട്, അത് തുടരാതിരുന്നാൽ IRA പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അത് തുടരാം. സീ വാഷിംഗ് ആണ് ആലപ്പാട് പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യുന്നത്, കടലടിച്ചു കയറുന്നത് എന്നെല്ലാമുള്ള ആശങ്കയാണ് ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് 1 മാസം സീ വാഷിംഗ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പാട് പഞ്ചായത്തിൽ 16.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഖനനം പ്രദേശമുള്ളത്. ഏതാണ്ട് നീണ്ടകര മുതൽ കായംകുളം വരെ 22.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഖനനത്തിൻ്റെ പ്രദേശം, കരിമണൽ വന്ന് സംഭരിക്കുന്ന പ്രദേശം. അതിൽ 16.5 കിലോമീറ്റർ ആലപ്പാട് പഞ്ചായത്തിലാണ്. 16 കിലോമീറ്ററിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം കടൽ ഭിത്തിയുണ്ട് 16 കിലോമീറ്റർ നീളത്തിൽ. എന്നാൽ അവിടെ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നം, ഈ കടൽ ഭിത്തി പലപ്പോഴും തകർന്നിട്ടുണ്ട്, അതിന് വേണ്ടത്ര മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആലപ്പാട് പഞ്ചായത്തിൻ്റെ കടൽ ഭിത്തി മോശപ്പെട്ട നിലയിലാണ്. ഇത് അടിയന്തരമായും ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ കയറി കര നഷ്ടപ്പെടുന്നത് തടയാൻ IRA പുലിമൂട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. നേരത്തെ 4 പുലിമൂട്ടുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. കാരണം ആ പുലിമൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് ഈ സീ വാഷിംഗ്. അപ്പോൾ ഇപ്പോൾ 1 പുലിമൂട്ട് മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ ഖനനം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതനുസരിച്ചിട്ടുള്ള പുലിമൂട്ടുകൾ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഈ ഖനന പ്രവർത്തനം കൊണ്ട് കുഴികളും മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം വേർതിരിച്ച് ഈ കരിമണൽ എടുത്തു കഴിഞ്ഞാലുള്ള വെള്ളമണലുണ്ട്, ആ മണൽ ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ഭൂമിയെ രൂപപ്പെടുത്തിയെടുക്കണം. ഈ മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്തരം ഒരു സംവിധാനമാണ്. നമ്മുടെ മുമ്പിൽ തന്നെയുള്ളത് പോണ്ടിച്ചേരി, ഇൽമനൈറ്റ്, ബോക്സൈറ്റ് ഒക്കെ മൈനിങ് നടത്തുന്ന സ്ഥലത്ത് അത് മൈനിങ് നടന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നികത്തി അവിടെ പച്ചക്കറി തോട്ടങ്ങൾ, പ്ലാന്റേഷൻ ഒക്കെയാണ് ഉള്ളത്. അതുപോലെ ഈ പ്രദേശം വീണ്ടും രൂപപ്പെടുത്തി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലപാട് സ്വീകരിക്കണം. അതുപോലെ തന്നെ കമ്പനിയിൽ ജോലിക്കൊക്കെ ആളുകളെ എടുക്കുന്ന അവസരത്തിൽ സുതാര്യമായ നിലയിൽ ആക്ഷേപരഹിതമായിരിക്കണം എന്നും ഈ 2 പ്രധാന കമ്പനികളോടും ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം സീ വാഷിംഗ് നിർത്തണം എന്നുള്ളതാണ്. ആ സീ വാഷിംഗ് ഈ സ്പെഷ്യൽ അന്വേഷണത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കാനും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു. അതുവരെ ആ റിപ്പോർട്ട് വരട്ടെ, ആ കാര്യങ്ങൾ അവരുടെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് സമരം അവസാനിപ്പിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് സമരസമിതിയോട് ഗവൺമെൻറ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആലപ്പാട് പഞ്ചായത്ത് സുരക്ഷിതമാക്കാനുള്ള എല്ലാ നടപടികളും
കടൽക്ഷോഭങ്ങളിൽ നിന്നും കടൽ കയറി പി ജയരാജൻ വ്യവസായ മന്ത്രി വാർത്താ സമ്മേളനം നടത്തുകയാണ്. നേരത്തെ ആലപ്പാട്ട് സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടന്നത്. സീ വാഷിംഗ് നിർത്തിവെക്കും, സമ്പൂർണ്ണമായുള്ള ഖനനത്തിന്റെ നിർത്തിവെക്കൽ ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സീ വാഷിംഗ് നിർത്തിവെക്കും, വിദഗ്ധ സമിതിയെ വെക്കും, ആ പഠന റിപ്പോർട്ട് കിട്ടുന്നതുവരെ ഈ സീ വാഷിംഗ് എന്ന ഇതിന്റെ പ്രോസസ്സിംഗ് നിർത്തിവെക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറയുന്നു. സമരം പൂർണ്ണമായി നിർത്തിവെക്കണം എന്ന് സമരസമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നു. സമരസമിതിയുടെ നിലപാട് അല്പസമയത്തിനകം അറിയാനാകും.